ഖബറടക്കം നടന്നയുടൻ റഹ്മാൻ അലൈഹിസ്സലാം ഖബറിലെത്തി മയ്യത്തിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടൻ തന്നെ മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്നീ 2 മലക്കുകൾ അവിടെ എത്തും. ഭയന്നു വിറക്കുന്ന ആ മയ്യത്തിൻ്റെ മുമ്പിൽ അവർ ഇരിക്കും. അവരുടെ രൂപം കാണുമ്പോൾ തന്നെ ആരും ഭയന്നു പോകും. മലക്കുകളുടെ ചോദ്യങ്ങൾ തുടങ്ങുകയായി. മനുഷ്യ, നിന്റെ രക്ഷിതാവ് ആരാണ്? വിശ്വാസത്തോടെ ജീവിച്ച ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ആ മയ്യത്ത് യാതൊരു ഭയവും ഇല്ലാതെ മറുപടി പറയും, എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. നീ ആരാണ്? നിന്റെ ദീൻ എന്താണ്? എൻ്റെ ദീൻ ഇസ്ലാമാണ്. നിനക്കയക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? അള്ളാഹുവിൻ്റെ തിരുദൂതരും അന്ത്യപ്രവാചകനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ കിതാബ് ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ മറുപടി ആ മയ്യത്തിന് നൽകാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഖബർ ഒരു പൂങ്കാവനം പോലെ വിശാലപ്പെടും. മയ്യത്തിൻ്റെ വലതുഭാഗത്തു നിന്നും സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും. അവിടെ സ്വർഗീയ സുഗന്ധങ്ങളും കുളിർമയും അവൻ്റെ ഖബറിലേക്ക് അടിച്ചു വരും. മലക്കുകൾ അവനോട് പറയും, നീ വിജയിച്ചിരിക്കുന്നു. ഇനി ഖിയാമത്ത് നാൾ വരെ ഇവിടെ സമാധാനമായി വിശ്രമിക്കുക. എന്നാൽ നിർഭാഗ്യവശാൽ ദുനിയാവിൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതരെയും ധിക്കരിച്ച് ജീവിക്കുകയും ഇസ്ലാമിക കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുകയും ചെയ്തവനാണ് ആ മയ്യത്തെങ്കിൽ അവൻ്റെ നാവ് കുഴങ്ങിപ്പോകും. നിന്റെ രക്ഷിതാവ് ആരാണ്? എനിക്കറിയില്ല. ആളുകൾ പറയുന്നത് പോലെ ഞാനും പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെ അവന് മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ ആ മലക്കുകൾ അവനെ ഇരുമ്പ് ഗദ കൊണ്ടടിക്കും. അവൻ്റെ ഖബർ ഞെരുങ്ങുകയും ഇടതുവശത്തെ വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോവുകയും ചെയ്യും. ഇടതുഭാഗത്തു നിന്നും നരകത്തിലേക്കുള്ള ഒരു വാതിൽ അവനായി തുറക്കപ്പെടും. ആ നരകത്തിൻ്റെ ചൂടും പുകയും അവനെ പൊതിയും. മലക്കുകൾ പറയും, നീ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള നിന്റെ ജീവിതം ദുരിതപൂർണമായിരിക്കും. അന്ത്യനാൾ വരെ നീ ഇവിടെ ശിക്ഷ അനുഭവിക്കും. അള്ളാഹുവാണ് ഏറ്റവും വലിയ സത്യം. ഈ ഖബറിലെ ജീവിതമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന്. ദുനിയാവിലെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളാണ് നാളെ ഖബറിൽ നമുക്ക് തുണയാവുക. അതുകൊണ്ട് അള്ളാഹുവിനോട് കടമകൾ നിറവേറ്റി നല്ലവരായി നമുക്ക് ജീവിക്കാം. ഈ വീഡിയോ ഒരു 2ാം ഭാഗമാണ്. ഇതിൻ്റെ 1ാം ഭാഗം റഹ്മാൻ അലൈഹിസ്സലാം ഖബറിലെത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങൾ ഉള്ളതാണ്. അത് എൻ്റെ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ യൂട്യൂബിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർ അതും പോയി കാണുക. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.